ആ 2 3 അവിടെ ഞാൻ പറഞ്ഞിട്ട് നീ നിൽക്കുന്ന ധൃതി പിടിക്കല്ലേ. ഓക്കെ റെഡി 1 2 3 തിരിക്കേ ഗ്ലാഡിസ് തിരികെ 4 യെസ് 5 ഭയങ്കര സ്പീഡിൽ എടുത്തു വെക്കുക അത്. റെഡി. അതെന്ത് സംഭവം എന്നറിയോ? നീ അത് ബോൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു കാരണവശാലും ബോൾ നിന്റെ മുമ്പിൽ കടന്നു പോയി കഴിഞ്ഞാൽ നിനക്ക് പ്രോപ്പറായിട്ട് ടേൺ ചെയ്യാൻ പറ്റില്ല. കാരണം ഇങ്ങനെ കടന്നു നിൽക്കുമ്പോൾ ബോഡി വെയിറ്റ് എന്ത് ചെയ്യും? കൗണ്ടർ വെയിറ്റ് പിടിക്കാണ്ട് വേച്ച് പോകും. ബോഡിയുടെ സ്റ്റെബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റാ. റെഡി 1 2 3 4 നീ കാല് ബെൻഡാക്കല്ലേ, കാല് വീശി അങ്ങ് കൊണ്ടുപോ. ഓക്കെ റെഡി 1 2 3 തിരിക്ക് ഗ്ലാഡിസേ. വീശി അങ്ങ് പോട്ടെ 4 യെസ് റിപ്പീറ്റ് ചെയ്യ് ഗ്ലാഡിസ്, റിപ്പീറ്റ് ചെയ്യ്. റെഡി 1 2 3 4 ഓക്കെ. ഇനി ഈ ചെയ്യുന്നത് തന്നെ ഗ്രാജുവലി കുറേശ്ശെ സ്പീഡ് കൂട്ടി കൂട്ടി ചെയ്ത് നോക്കുക. തെറ്റ് വരണ്ടോന്ന് നോക്കുക. എന്നിട്ട് ഗ്ലാഡിസിന്റെ കാല് തിരിയണില്ല കേട്ടോ. ആ തിരിയണത് ഫസ്റ്റ് ഫ്ലോയിന് തന്നെ മൊത്തത്തിൽ തിരിയണം. നന്നായിട്ട് ഔട്ടർ ആക്കി കൊടുക്കുക. ഇങ്ങനെയല്ല തിരിക്കണ ശരിക്കും തിരിക്കണ തിരിയുള്ളൂ. തിരിക്കും, നന്നായിട്ട് തിരിക്കും. താഴെ നോക്കല്ലേ. ബെറ്റർ ആവണ്ട് ശിവ, നീ ചെയ്തോ. എന്നാ ഗ്ലാഡിസേ ഇപ്പൊ എന്നെ ചെയ്തേ? താഴേക്ക് നോക്കണ്ടടി ആദിത്യെ. മറ്റേ സി ഡി മൂസിൽ പറഞ്ഞാൽ ഞാൻ സൂക്ഷിച്ച് നോക്കണ്ട ഉണ്ണി എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് നോക്കൊന്നും വേണ്ട. നമ്മൾ എവിടെയാണോ അറ്റാക്ക് ചെയ്യാൻ ഇംപ്ലിമെന്റ് എവിടെയാണോ വിടാൻ പോകണം അങ്ങോട്ട് വേണം നോക്കാനായിട്ട് പരമാവധി. അവള് ചെയ്യണ ആ പവർ പൊസിഷൻ കൂടെ വിട്ടു അടുത്ത് ആദിത്യ. ആദ്യം സ്പീഡ് കുറച്ചോ, സ്പീഡ് കുറച്ച് ടെക്നിക്കിലേക്ക് പറയും വീണ്ടും. പൊക്കിക്കൊണ്ട് പോണെന്തിനാന്നേ? കാല് നിലത്തുനിന്ന് പൊക്കിക്കൊണ്ട് പോണെന്തിനാ? ഗ്രാബ് ചെയ്ത് വെക്കുന്ന നിലത്തേക്കട. ഞാൻ പറയാൻ പൊന്തിക്കാനായിട്ട്. ആ കാല് ലൈനിൽ വന്നോ? ലൈനിൽ വന്നോ? എറിയ ഗ്ലാഡിസ്, എറിഞ്ഞോ? ഒബ്ജക്റ്റ് വിട്ടോ? ഞാൻ നിന്നോട് പറഞ്ഞു ഈ കൈ ഇങ്ങനെയല്ല വെക്കണ്ടേ. അത് എപ്പോഴും എന്ത് ചെയ്യും? എൽബോ പോയിന്റ് ചെയ്തിരിക്കും. പൊന്താറ് ഇപ്പൊ ട്യൂബ് അടിച്ച് പൊട്ടിച്ചേനെപ്പെ. ട്യൂബിന് തന്നെ അടിയല്ലേ ഇപ്പൊ? വീട്ടിലളവോ? ഓക്കെ, റെസ്റ്റ് ചെയ്യണേ റെസ്റ്റ് ചെയ്യ കുറച്ച് നേരം. അതവിടെ കിടക്കട്ടെ, അല്ലാണ്ട് ഇറങ്ങ. അത് വിട്ടോ, കൈക്ക് വെച്ചോ. ഹിപ്പ് കൈക്ക് വെച്ചോ. പോട്ടെ. യെസ്. ഈ സാധനം നീ എന്ത് ചെയ്യണം? ഹാമറിൽ ചെയ്യണം. നിനക്കത് ചെയ്യാൻ പറ്റും, മനസ്സിലാവുണ്ടോ? നീ ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യുന്നുണ്ട് ഈ സാധനം.
ഇതിങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് പറ്റണമെന്നല്ല, ഇത് അവിടെയൊക്കെ 3-4 കൊല്ലമായി ഇരുന്ന് കുന്തം പറയണം. മനസ്സിലാവണ്ടോ? നിനക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട്, കണക്ട് ആവുന്നുണ്ട്. ബെറ്റർ ആക്കി കൊണ്ടുവന്നാൽ മതി. എടുത്തു വെക്ക്, വലതേക്കാലം സ്പീഡാക്ക്. ആ, അത് മറന്നു പോവല്ലേ. ആദ്യത്തെ 3 ടേൺ തന്നെ അത് മറന്നുപോയോ? ഇടതേക്കാല് വർക്ക് ചെയ്തപ്പോ വലതേക്കാല് ഇല്ലാണ്ടായി പോയി അന്നേരം. വലതേക്കാല് ചുമ്മാ അങ്ങനെയല്ല, ഇടതേക്കാല് ബോളത്തെ ഫുള്ള് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വലതേക്കാലം എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്ത് കയറി വരും. മനസ്സിലായോ? യെസ്. ആ, ഇതെന്ത് ചെയ്യണം? ഹാമർ കയ്യിലുള്ളപ്പോ ചെയ്യാൻ പറ്റണം. നീ അത് ഇങ്ങനെ പൊക്കൊന്നും വേണ്ട ഇപ്പൊ, അത് ഞാൻ പറയാം, എന്നിട്ട് വെക്കിയാ മതി. ആ സൗണ്ട് ഒഴിവാക്കാനാ നിന്നോട് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കണേ. ആദ്യം അത് ശരിയാക്ക്, എന്നിട്ട് ചെയ്യേ. നീ അപ്പുറം കൂടി നേരെ വെച്ചേ. ആ, എടാ ബോളത്തെ ഫുഡ് കുത്ത് ശരാ. കൊണ്ട് വീഴല്ലേ, ഇടത്തേക്കാലിൽ വെയിറ്റ് കയറട്ടെ. ചെയ്തു നോക്കിയേ. ഗ്ലാഡീസേ വാ. നിനക്ക് എവിടെ കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? എന്നാ ശരി. ആ, വെക്ക്. ആ, അവിടെ വരെ വാ, അവിടെ വരെ. ഞാൻ 2 പേരോടും പറഞ്ഞു, നിങ്ങൾ നിലവില് കാല് നിലത്ത് കൂടെ ഗ്രാബ് ചെയ്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് ചെയ്താൽ മതി. അത് മാറ്റാറുമ്പോ ഞാൻ എന്ത് ചെയ്യാം പറയാം. മനസ്സിലായോ? ആ, കാല് കുറച്ച് കവർ ചെയ്ത് വെക്കും. തിരിയാന്നിട്ട് പവർ പൊസിഷൻ തിരിഞ്ഞോ. ആ, കൈ എവിടെ വെക്കണേ? ആ, ആ, തിരിയേ. ആദ്യം ജസ്റ്റ് മിസ്. ഞാൻ ഡിസ്ക് ഇല്ലാണ്ട് ഒബ്ജക്റ്റ് ഇല്ലാണ്ട് ചെയ്തോ. ഞാൻ പറയട്ടെ, അതായത് ഹിപ്പ് ആദ്യം എന്ത് ചെയ്യണം, റിലീസിങ് ആംഗിൾ, പവർ പൊസിഷൻ തിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും റിലീസിങ് ആംഗിളിലേക്ക് ഹിപ്പ് എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം ലീഡ് വരാനായിട്ട് കയ്യ്. ഹിപ്പ് ആദ്യം തിരിച്ചു അവിടെ നിന്ന് തിരിയേ. ഹിപ്പ് തിരിയട്ടെ. ഇതെങ്ങനെ ഡിസ്ക് ഇവിടെ വരിക? ആ, തിരിയേ. ഹിപ്പ് തിരിക്കടി. ആ, അവിടേക്ക് നീ നിക്ക്, ഞാൻ പറയാം. ആ, തിരിച്ച് മുട്ട തിരിച്ച്. ആ, ഇനി എന്ത് ചെയ്യും? ഇവിടെ എന്ത് ചെയ്യും? ആ കൈ എന്ത് ചെയ്യും? തുറന്ന് ആ കൈ വലിക്കുമ്പോ ഈ കൈ ഡ്രൈവ് ചെയ്ത് ആ കാലയിൽ ജമ്പ് ചെയ്ത്, അങ്ങനെയൊന്നല്ല, ഇവിടുന്ന് ജമ്പ് ചെയ്താ തിരിഞ്ഞു കൊടുക്കും മൊത്തത്തില്. നല്ല എയറിൽ ജമ്പ് ചെയ്ത് പൊന്തും.